കോഫ് അല്ലെങ്കിൽ ചുമ എന്നത് ഒരു രോഗം എന്നതിനേക്കാൾ ഉപരി നമ്മളുടെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. നമ്മൾ സാധാരണഗതിയിൽ OPയിൽ വരുന്ന രോഗികളിൽ ഏറ്റവും സാധാരണമായി കാണുന്ന ഒരു ലക്ഷണമാണ് ചുമ എന്നത്. ഇത് പല തരത്തിലാണ് ചുമ നമ്മൾക്ക് രോഗികളിൽ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ക്യാരക്ടർ ഡിഫറൻ്റ് ആണ്. ചുമ എന്നത് ഒരു ശ്വാസകോശ രോഗത്തിൻ്റെ തന്നെ മാത്രം ലക്ഷണമാവണമെന്ന് എപ്പോഴും ഇല്ല. ചുമ എന്നത് നമ്മുടെ മൂക്കിൻ്റെയും സൈനസുകളുടെയും രോഗം തുടങ്ങി ശ്വാസകോശത്തിൻ്റെ ശ്വാസനാളികളുടെ അല്ലെങ്കിൽ ഈവൻ ഹാർട്ടിൻ്റെ അസുഖങ്ങളുടെ വരെ ലക്ഷണമായി ചുമ കാണപ്പെടാറുണ്ട്. അത് ഒരു ജലദോഷം അല്ലെങ്കിൽ ഒരു സൈനസൈറ്റിസ് പോലുള്ള ഒരു സാധാരണ അല്ലെങ്കിൽ അസിഡിറ്റി പോലുള്ള ഒരു സാധാരണ രോഗം മുതൽ ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ലങ് ക്യാൻസർ എന്നിവ പോലുള്ള മാരകമായ അസുഖങ്ങളുടെ വരെ ലക്ഷണമായി ചുമ സാധാരണഗതിയിൽ കാണപ്പെടാറുണ്ട്. അപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മളുടെ മുന്നിൽ ചുമയായിട്ട് വരുമ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തുക അല്ലെങ്കിൽ എന്ത് രോഗമാണ് ചുമ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ചെയ്യുന്നത്. ഇതിന് അദ്ദേഹത്തിൻ്റെ ചുമയുടെ ക്യാരക്ടർ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ചുമ കഫത്തോട് കൂടിയതാവാം, കഫമില്ലാത്ത തരത്തിലുള്ള ചുമയാകാം. ഈ കഫത്തിൽ തന്നെ പഴുപ്പുള്ള തരത്തിലുള്ള കഫമുള്ളതാവാം, ഇല്ലെങ്കിൽ സാധാരണ വെളുത്ത തൂവെള്ള നിറത്തിലുള്ള കഫത്തോട് കൂടിയതോ രക്തമയം കൂടിയതോ ആയ കഫത്തോട് കൂടിയതോ ഉള്ള ചുമയും ആകാം. ഓരോ കഫത്തിൻ്റെയും അല്ലെങ്കിൽ ചുമയിൽ നിന്ന് വരുന്ന ചുമച്ച് നമ്മൾ പുറത്തേക്ക് വിടുന്ന കഫമുണ്ടോ കഫമില്ലയോ അല്ലെങ്കിൽ കഫത്തിൻ്റെ രീതി എന്താണ്, കഫത്തിൻ്റെ നിറം എന്താണ്, ഇതനുസരിച്ച് അസുഖങ്ങളുടെ എങ്ങനെയാണ് അസുഖങ്ങൾ, ഏതൊക്കെയാണ് അസുഖങ്ങൾ എന്നത് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ചുമ പറയുകയാണെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സൈഡുകളിലുമുള്ള അറകളായ സൈനസുകളിലെ ഇൻഫെക്ഷൻ മുതൽ തൊണ്ടയിലുള്ള ഇൻഫെക്ഷൻ, ശ്വാസനാളികളിലുള്ള ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ശ്വാസകോശത്തിനുള്ള ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ എന്ത് രോഗങ്ങളായാലും, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിനും നെഞ്ചിനും ഇടയിലുള്ള പ്ലൂറൽ ക്യാവിറ്റി എന്ന ഒരു സ്പേസ്, അതിൽ ഉള്ള എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും എല്ലാം ചുമ വരാം. അതുകൂടാണ്ട് ശ്വാസകോശ സംബന്ധമല്ലാത്ത ഹാർട്ട് സംബന്ധമായ ഹാർട്ട് ഫെയിലിയർ പോലും ചുമ ഒരു സിംറ്റമായി ഹാർട്ട് പ്രസൻറ്റ് ചെയ്യാവുന്ന ഒരു അസുഖമാണ്. ഇതിൽ ആദ്യമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ ചുമയാണെങ്കിൽ സാധാരണഗതിയിൽ കൂടുതലും കഫത്തോടു കൂടി ചുമയാണ് കാണപ്പെടാറ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ചുമയായി പ്രസൻറ്റ് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള അസുഖം എന്ന് പറഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷനുകൾ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നീണ്ടു നിൽക്കുന്ന 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഏത് ചുമയും TB ആണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാർ പറയുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ചുമയുമായിട്ട് ഒരാൾ വരുമ്പോൾ അതിൻ്റെ രോഗനിർണയം നടത്തുക എന്നുള്ള രീതിയിൽ പല ടെസ്റ്റുകളും നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് രോഗികളോട്. അതിൽ പെടുന്ന സാധാരണഗതിയിൽ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ ആദ്യമായി കഫമുണ്ടെങ്കിൽ കഫം ടെസ്റ്റ് ചെയ്യാനായിട്ട് രോഗിയോട് പറയും. പിന്നെ ചെയ്യേണ്ടത് നെഞ്ചിൻ്റെ ഒരു എക്സ്റേ, ശ്വാസകോശ സംബന്ധമായോ ഹാർട്ട് സംബന്ധമായോ എന്തെങ്കിലും കാണപ്പെടുന്ന അസുഖമുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എക്സ്റേയിലൂടെ കാണാൻ സാധിക്കും. പിന്നീട് ചെയ്യുന്ന ടെസ്റ്റിന് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി അളക്കുന്ന ഒരു ടെസ്റ്റാണ്. ഒരു പേഷ്യൻ്റ് അദ്ദേഹത്തിൻ്റെ വയസ്സ്, അദ്ദേഹത്തിൻ്റെ ഭാരം, തൂക്കം ഇതെല്ലാം വെച്ചിട്ട്, പുരുഷനാണോ സ്ത്രീയാണോ ഇതെല്ലാം വെച്ചിട്ട് എത്ര ശതമാനം ശ്വാസകോശം പ്രവർത്തിക്കണം എന്ന കണക്കുണ്ട്. അതിൻ്റെ എത്ര ശതമാനം ഈ രോഗിക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. അപ്പോൾ ഇൻഫെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു കോമൺ കോസായിട്ട് കാണുന്നത് ആസ്മ ഒരു കോസാണ്. ഒരുപക്ഷെ ശ്വാസമുട്ടില്ലാതെ വെറും ചുമ മാത്രമായിട്ടും ആസ്മ പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെയുള്ള രോഗികളെ നമ്മൾ ഈ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം തിരിച്ചറിയാവുന്നതാണ്. ഈ രോഗികൾക്ക് എക്സ്റേ വശാൽ പ്രത്യേകിച്ച് നമ്മൾ എക്സ്റേയിൽ കാര്യമായ ഒരു കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന ടെസ്റ്റിലൂടെ നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. പിന്നെ
COPD പോലുള്ള പുകവലി സംബന്ധവും അന്തരീക്ഷ മലിനീകരണം മൂലമുണ്ടാകുന്ന അസുഖങ്ങളും നമുക്ക് ഈ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന ടെസ്റ്റ് ഉപയോഗിച്ച് തിരിച്ചറിയാം. കഫത്തിൻ്റെ പരിശോധനയിലൂടെ ഇൻഫെക്ഷനുകളുണ്ടോ, ഇനി മാരകമായ അസുഖങ്ങൾ, അതായത് ശ്വാസകോശ സംബന്ധമായ ക്യാൻസറുകൾ ഉൾപ്പെടുന്ന മാരകമായ അസുഖങ്ങൾ വരെ നമുക്ക് ഒരുപക്ഷെ കഫ പരിശോധനയിൽ നിന്ന് കണ്ടെത്താവുന്നതാണ്. ശ്വാസകോശത്തിനെ ആവരണം ചെയ്യപ്പെടുന്ന പ്ലൂറ എന്ന് പറയുന്ന പ്ലൂറൽ ക്യാവിറ്റിയിൽ നീർക്കെട്ടുണ്ടായാൽ ഏതെങ്കിലും കാരണം, ഇൻഫെക്ഷൻ കൊണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണം, ഈവൻ നമ്മുടെ ഹാർട്ടിൻ്റെ ഫെയിലിയർ കൊണ്ടുവരെ നീർക്കെട്ടുണ്ടായാൽ നമുക്ക് ചുമ അനുഭവപ്പെടാം. പക്ഷേ ഇത്തരത്തിലുള്ള ചുമ സാധാരണഗതിയിൽ കഫം ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ചുമയായിരിക്കും. കാരണം അസുഖം ശ്വാസകോശത്തിൻ്റെ പുറത്തു നിന്ന് വരുന്നതുകൊണ്ട്. പിന്നെ സാധാരണഗതിയിൽ പൾമണറി ഫൈബ്രോസിസ് അഥവാ ശ്വാസകോശം ചുരുങ്ങുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള രോഗങ്ങളിലും നമ്മൾ ചുമ തന്നെ ഒരു മെയിൻ സിംറ്റമായി കാണപ്പെടാറുണ്ട്. ഇത്രയെല്ലാം ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടും പലപ്പോഴും എന്താണ് ചുമയുടെ കാരണം എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും 1% ആളുകളിൽ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇടവരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കൂടുതലായി ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതിൽപ്പെടുന്നതാണ് എന്തെങ്കിലും എക്സ്റേയിലോ മറ്റോ എന്തെങ്കിലും സംശയമുള്ളതനുസരിച്ച് CT സ്കാൻ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. പിന്നെ അതുകൂടാണ്ട് സാധാരണഗതിയിൽ ശ്വാസകോശ സംബന്ധമായി അല്ലാണ്ട് വരുന്ന അസുഖങ്ങൾ, ഒന്ന് സൈനസിൻ്റെ പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കുക, സൈനസിൽ പഴുപ്പ് കെട്ടി കിടക്കുന്നുണ്ടോ എന്നുള്ളതിന് എക്സ്റേ നോക്കുക. പിന്നെ എക്കോ കാർഡിയോഗ്രാം ടെസ്റ്റ്, അത് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന പോലെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ നോക്കുന്ന ടെസ്റ്റാണ് എക്കോ കാർഡിയോഗ്രാം. ഇതിലൂടെ ഹാർട്ടിൻ്റെ പമ്പിങ്ങിലെ വ്യത്യാസം മൂലം ചുമ വരുന്നുണ്ടോ എന്നുള്ള കാര്യവും നമുക്കറിയാൻ കഴിയും. CT സ്കാനിലൂടെ മാരകമായ അസുഖങ്ങൾ, പ്ലൂറൽ എഫ്യൂഷൻ, അതായത് ശ്വാസകോശത്തിന് പുറത്ത് നീര് കെട്ടുന്ന പ്ലൂറൽ എഫ്യൂഷൻ, ഇല്ലെങ്കിൽ പൾമണറി ഫൈബ്രോസിസ്, ശ്വാസകോശ സംബന്ധമായ ക്യാൻസറുകൾ, ന്യൂമോണിയകൾ, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ സ്ഥാനനിർണ്ണയവും അതിൻ്റെ സ്റ്റേജിങ്ങും എല്ലാം നമുക്ക് CT സ്കാനിലൂടെ വളരെ കൃത്യമായിട്ട് നടത്താവുന്നതാണ്. പലപ്പോഴും നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്ന, എന്നാൽ ഇതൊക്കെ ചെയ്തിട്ടും ഒരു കാരണം കണ്ടാത്ത, പലപ്പോഴും നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്ന ഒരു അസിഡിറ്റി പോലും നമുക്ക് വിട്ടുമാറാത്ത ഒരു ചുമയായിട്ട് പലപ്പോഴും കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് അസിഡിറ്റി ഉള്ളവരുടെ അസിഡിറ്റിയുടെ പ്രോബ്ലം, അല്ലെങ്കിൽ പുളിച്ചത് കെട്ട് അതിൻ്റെ പ്രോബ്ലം, അതിൻ്റെ കറക്ഷൻ, ഇതുമെല്ലാം നമ്മൾ ഒരു കാരണം കണ്ടെത്തപ്പെടാനാവാത്ത ഒരു ചുമയുടെ കാരണങ്ങളായിട്ട് നമ്മൾ കരുതുന്നവയാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ചുമ, ഞാൻ പറഞ്ഞു, ഒരു ലക്ഷണം മാത്രമാണ്. ചുമ നിർത്തുക എന്നത് മാത്രം അല്ല നമ്മളുടെ ലക്ഷ്യം. നമ്മളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്ത് അസുഖമാണോ ചുമയുണ്ടാക്കുന്നത് ആ അസുഖം കണ്ടുപിടിക്കുക, ആ അസുഖത്തെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണോ ആ ട്രീറ്റ്മെൻറ്റ് കണ്ടെത്തി അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ ഇൻഫെക്ഷൻ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകൾ, ഇനി വേറെ സൈനസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ ചെയ്യണം, ഹാർട്ടിൻ്റെ അസുഖമാണെങ്കിൽ ഹാർട്ട് ഫെയിലിയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അങ്ങനെ എന്ത് അസുഖമാണോ ഈ ചുമയുണ്ടാക്കുന്നത് ആ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെയിനായിട്ടുമുണ്ട്.